വന്യജീവി ആക്രമണം പരിഹാരം വൈകരുത്. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. കാടുകളുടെ വിസ്തൃതി കുറഞ്ഞതും വന്യമൃഗ സംരക്ഷണ പദ്ധതികളെ തുടർന്ന് മൃഗങ്ങളുടെ എണ്ണം പെരുകിയതും വനങ്ങളിലെ ജലലഭ്യത കുറഞ്ഞതുമാണ് ജനജീവിത മേഖലകളിലേക്കുള്ള വന്യജീവികളുടെ ഇറക്കത്തിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. മലയോര മേഖലയിൽ വ്യാപകമായി പ്രതിഷേധം ഉയരുകയും കോടതിയുടെ നിരന്തര ഇടപെടലുകളുണ്ടാകുകയും ചെയ്തിട്ടും വന്യജീവി ആക്രമണ പ്രതിരോധ മാർഗങ്ങൾ ഇപ്പോഴും കടലാസിലൊതുങ്ങുന്നു. പൂർവോപരി വർദ്ധിച്ചിരിക്കുകയാണ് മലയോര മേഖലയിലെ വന്യജീവി ആക്രമണം. 3 ദിവസത്തിനിടെ സംസ്ഥാനത്ത് 2 പേർക്ക് കാട്ടാന ആക്രമണത്തില് ജീവന് നഷ്ടമായി. ഞായറാഴ്ച രാവിലെ കാട്ടില് വിറക് ശേഖരിക്കാന് പോയ അട്ടപ്പാടി പുതൂര് സ്വർണഗദ്ദ ഊരിലെ 60കാരനായ കാളിയെയാണ് കാട്ടാന അടിച്ചുവീഴ്ത്തി നെഞ്ചില് ചവിട്ടിക്കൊന്നത്. വ്യാഴാഴ്ച രാത്രി മേപ്പാടി എരുമക്കൊല്ലി പൂളക്കുന്ന് ഊരക്കുന്നിലെ അറുമുഖനെ 67 ഊരിലേക്കുള്ള നടപ്പാതയില് വെച്ച് കാട്ടാന കൊലപ്പെടുത്തി. അതേ ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഊരിലെ സജിത്ത് തലനാരിഴക്കാണ് കാട്ടാനയുടെ മുന്നിൽനിന്ന് രക്ഷപ്പെട്ടത്. ഏപ്രിലില് മാത്രം കാട്ടാന ആക്രമണത്തിൽ 6 പേരാണ് സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത്. ഏപ്രിൽ 14 ചാലക്കുടി വാഴച്ചാലില് വനവിഭവങ്ങള് ശേഖരിക്കാന് കാട്ടില് പോയ 4 സംഘത്തിലെ അംബിക 30, സതീഷ് 34, അതിനു തൊട്ടു തലേദിവസം അതിരപ്പിള്ളിയില് സെബാസ്റ്റ്യന് 20 എന്ന യുവാവ്, ഏപ്രിൽ 1 പത്തനംതിട്ട പമ്പാവലി PRC മലയിലെ ബിജു എന്നിവരാണ് ഈ മാസം കാട്ടാനയുടെ ക്രൗര്യത്തിന് ഇരയായ മറ്റു 4 പേര്. വനം വകുപ്പിന്റെ കണക്കനുസരിച്ച് 2019 മുതൽ 20 വരെയില് 6341 വന്യജീവി ആക്രമണങ്ങളാണുണ്ടായത്. 2022 മുതൽ 23 വരെയില് ഇത് 8236 ആയും 2023 മുതൽ 24 വരെയില് 9836 ആയും വർദ്ധിച്ചു. വന്യമൃഗങ്ങളുടെ നിരന്തര ഭീഷണി മൂലം ഹൈറേഞ്ചുകളിലും വനമേഖലകളിലും ജനങ്ങൾ മരണഭീതിയിലാണ്. കർഷകർക്കും തൊഴിലാളികൾക്കും തൊഴിലിടങ്ങളിലേക്കും കുട്ടികൾക്ക് സ്കൂളുകളിലേക്കും പോകാന് പറ്റാത്ത അവസ്ഥ. ഏതവസരത്തിലും കാട്ടാനയുടെയോ ഇതര വന്യജീവികളുടെയോ ആക്രമണം നേരിട്ടേക്കാം. വന്യജീവികളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് പലപ്പോഴും പ്രക്ഷോഭം അരങ്ങേറാറുണ്ട് മലയോര മേഖലയില്. മേപ്പാടി എരുമക്കൊല്ലിയിൽ അറുമുഖന്റെ മരണത്തിനു പിന്നാലെ കാട്ടാനയെ മയക്കുമരുന്ന് വെടിവെച്ച് പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും കാര്യങ്ങൾ അന്വേഷിക്കാന് സ്ഥലത്തെത്തിയ സൗത്ത് വയനാട് DFO അജിത് കെ രാമനടക്കമുള്ള വനപാലക ഉദ്യോഗസ്ഥ സംഘത്തെ തടഞ്ഞുവെക്കുകയും ചെയ്തു. ഏപ്രിൽ 1 പത്തനംതിട്ടയില് ബിജു കൊല്ലപ്പെട്ടതിനെ തുടർന്നും കടുത്ത പ്രതിഷേധം അരങ്ങേറി. പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിലാണ് അന്ന് കണമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നാട്ടുകാര് മാർച്ച് നടത്തിയത്. ബിജുവിന്റെ കുടുംബത്തില് ഒരാൾക്ക് ഫോറസ്റ്റ് സ്റ്റേഷനില് താത്കാലിക ജോലി, സ്ഥിരം ജോലിക്കുള്ള ശിപാർശ, വനാതിർത്തിയില് കിടങ്ങ്, സൗരോർജ്ജ വേലി തുടങ്ങി പ്രതിരോധ സംവിധാനങ്ങള്, കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം തുടങ്ങിയ അധികൃതരുടെ വാഗ്ദാനങ്ങളെ തുടർന്നാണ് അന്ന് നാട്ടുകാര് പ്രക്ഷോഭം അവസാനിപ്പിച്ചത്. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള ദാരുണ മരണങ്ങൾ വർദ്ധിച്ചു വരുന്നതില് ഹൈക്കോടതിയും കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് പതിവായി കേൾക്കേണ്ടി വരുന്നത് നിരാശാജനകമാണെന്നും ആശ്വാസവാക്കുകളോ ധനസഹായമോ മരിച്ചവരുടെ ഉറ്റവർക്കുണ്ടാകുന്ന കനത്ത നഷ്ടത്തിന് പരിഹാരമാകില്ലെന്നും ഫെബ്രുവരി 26 ഹൈക്കോടതി ഉണർത്തി. പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തികള് നിർമ്മിക്കാന് ഭരണാനുമതി ലഭിച്ചിട്ടും പദ്ധതി മുന്നോട്ടുപോയില്ലെന്നും കോടതികളുടെ വിവിധ നിരീക്ഷണങ്ങളും സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളും പ്രാവർത്തികമായില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി. വനാതിർത്തികളില് വൈദ്യുതി വേലിയടക്കമുള്ളവ എത്രയും വേഗം സ്ഥാപിക്കണമെന്ന് 2022 സെപ്റ്റംബറില് ഹൈക്കോടതി ഡിവിഷന് ബഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു. ഉത്തരവിനുശേഷം എടുത്ത നടപടികളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാന് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി. വന്യമൃഗശല്യം കൂടുതലുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കാന് ലീഗൽ സർവീസ് അതോറിറ്റി സർവേ നടത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. ഇക്കാര്യത്തിൽ പക്ഷേ ഫലപ്രദമായ നടപടികളുണ്ടായില്ല. കാടുകളുടെ വിസ്തൃതി കുറഞ്ഞതും വന്യമൃഗ സംരക്ഷണ പദ്ധതികളെ തുടർന്ന് മൃഗങ്ങളുടെ എണ്ണം പെരുകിയതും വനങ്ങളിലെ ജലലഭ്യത കുറഞ്ഞതുമാണ് ജനജീവിത മേഖലകളിലേക്കുള്ള വന്യജീവികളുടെ ഇറക്കത്തിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. പ്രശ്നപരിഹാരത്തിന് വനം വകുപ്പ് 10 പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. വനമേഖലയിലെ റോഡുകൾക്ക് ഇരുവശവുമുള്ള അടിക്കാടുകള് നീക്കുക, ആനത്താരകളിലും ഹോട്ട്സ്പോട്ടുകളായ പഞ്ചായത്തുകളിലും നിരീക്ഷണവും മുന്നറിയിപ്പും ശക്തമാക്കുക, വനപ്രദേശത്ത് മൃഗങ്ങൾക്ക് വെള്ളം ഉറപ്പാക്കുക, റാപിഡ് ആക്ഷന് ടീമുകളിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുക, അവർക്ക് മെച്ചപ്പെട്ട വാഹനങ്ങളും ആയുധങ്ങളും വാർത്താവിനിമയ ഉപകരണങ്ങളും ലഭ്യമാക്കുക, വനമേഖലക്ക് പുറത്ത് താമസിക്കാന് സന്നദ്ധരായ ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതികള്. ദുരന്ത നിവാരണ അതോറിറ്റി, വനം വകുപ്പ്, ആരോഗ്യവകുപ്പ്, PRD എന്നിവരുടെ പ്രതിനിധികൾ അടങ്ങിയ സെന്ററുകൾ സ്ഥാപിക്കുകയും വേണം. ഫണ്ടിന്റെ അഭാവവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ മേധാവികളുടെ ഉദാസീനതയുമാണ് ഇവ പ്രാവർത്തികമാക്കുന്നതിനുള്ള തടസ്സമെന്നാണ് അറിയുന്നത്. ഗുരുതരമായ ഒരു പ്രശ്നത്തിൽ ഫണ്ടിന്റെ അഭാവം പറഞ്ഞ് പദ്ധതി നീട്ടിക്കൊണ്ടുപോകുന്നത് ന്യായീകരിക്കാവതല്ല.
ഏതുവിധേനയും ഫണ്ട് ലഭ്യമാക്കി പദ്ധതി ഉടനടി നടപ്പാക്കേണ്ടതുണ്ട്